എമ്പുരാന്റെ ഈ രാഷ്ട്രീയം അതിന്റെ മൂന്നാം ഭാഗത്തെ ബാധിക്കും എന്നാണോ പറയുന്നത്? ഉറപ്പായിട്ടും. കാരണം രണ്ടാം ഭാഗം എടുക്കുക, ഇങ്ങനത്തെ ഒരു പടം രണ്ടാം ഭാഗത്തിൽ എടുക്കാനുള്ള ധൈര്യം അവർക്കുണ്ടെങ്കിൽ അവർ ആൾറെഡി തീർച്ചയായും അവർ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ഭാഗം വരുന്ന 2-3 ദിവസം മുമ്പ് അതിൻ്റെ പ്രൊഡ്യൂസർ ആരോടോ പത്രവാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഞങ്ങളത് എടുക്കാൻ അനുവദിക്കില്ല. അതിൽ യാതൊരുവിധ മാറ്റവും. ഞങ്ങൾ എവിടെ പ്രക്ഷോഭങ്ങൾ നടത്തണോ അവിടെയെല്ലാം നടത്തും. തീർച്ചയായും ഞങ്ങൾ നല്ല പടങ്ങൾ ഉദ്ദേശിക്കുന്ന സാമൂഹ്യപരമായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന പടങ്ങളുടെ പിന്നാലെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾ എന്നും കൂടെ ഉണ്ടാവും. സർ, നല്ല സിനിമകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിലുള്ള നല്ല സിനിമകൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തോടെ ഭാര്യ ഭർത്താവ് മക്കളെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ, അതാണ് നല്ല സിനിമ. അത് ആരെടുത്താലും അത് നല്ല സിനിമയായിരിക്കും. അതല്ലാതെ വരുന്ന സിനിമകൾക്ക് പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനെയല്ല, ചില രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഞങ്ങൾ നേരിടേണ്ടി വരും. ചില സിനിമകൾ അല്ല, എല്ലാ സിനിമയ്ക്കും നമ്മൾ പ്രതിഷേധവും എല്ലാ സിനിമയും എല്ലാവരും നന്നാക്കാൻ പറ്റില്ല. സമൂഹത്തിന് ദോഷം ചെയ്യുന്ന രീതിയിൽ തീവ്രവാദ മനോഭാവത്തോടെ എടുക്കുന്ന പടങ്ങളൊക്കെ തീർച്ചയായും ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ അത് നിർത്താനും നിർത്തലാക്കാനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ട ശിക്ഷ ലഭിക്കാനും വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. സാർ, ഈ തീവ്രവാദ മനോഭാവം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് തീവ്രവാദ മനോഭാവം ഇപ്പോൾ സിനിമകളിലേക്കൊക്കെ വ്യാപിക്കുന്നതെന്നാണ് തോന്നുന്നത്? അതിൻ്റെ അതല്ല പറഞ്ഞത്, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തണം. ഈ പടം എടുക്കാൻ ഇവർക്ക് ആരാണ് ഫണ്ടിങ് ചെയ്യുന്നത്, ഇവരുടെ ഇൻ്റർനാഷണൽ ബന്ധങ്ങൾ എന്താണ്, ഇവരേതൊക്കെ രാജ്യങ്ങളിൽ പോകുന്നു, എന്തിനു വേണ്ടി പോകുന്നു, ഇതെല്ലാം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താൻ ഇവിടെ NIA ഇതുപോലെയുള്ള അന്വേഷണ ഏജൻസികൾ നമ്മൾക്കുള്ള അവർ തീർച്ചയായും അത് കണ്ടുപിടിക്കുകയും ചെയ്യും. അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. ഇവർക്കെതിരെ അന്വേഷണങ്ങൾ വരും. തീർച്ചയായും എല്ലാ ഏജൻസികളും ഇവർക്കെതിരെ അന്വേഷിക്കും. അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല.